ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് പരിഹരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മിക്സിനെ പറ്റിയുള്ളതാണ്. സമ്പൂർണ്ണ എന്നാണ് അതിൻ്റെ പേര്. ഈ സമ്പൂർണ്ണ നമുക്ക് കൃഷിക്ക് എങ്ങനെ ഉപയോഗിച്ച് കൊടുക്കാം എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അതുപോലെ തന്നെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. സമ്പൂർണ്ണ വെജിറ്റബിൾ മിക്സ് ഇത് എനിക്ക് കൃഷിഭവനിൽ നിന്നും കിട്ടിയതാണ്. നമ്മളൊരു ചെടിയൊക്കെ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ചെടികളിൽ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടാണ് നമ്മൾ ഈ സമ്പൂർണ്ണ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ പച്ചക്കറി തൈകളിലൊക്കെ ഇല മഞ്ഞളിച്ച് പോവുക, അതുപോലെ തന്നെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകുക, പൂക്കൾ പൊഴിഞ്ഞു പോവുക, ഉണ്ടാകുന്ന എല്ലാ പൂക്കളും തന്നെ കായ്കളായിട്ട് മാറാതിരിക്കുക തുടങ്ങിയവയൊക്കെ ഓരോ സൂക്ഷ്മ മൂലകങ്ങളുടെയും കുറവ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് ഈ സമ്പൂർണ്ണ വെജിറ്റബിൾ മിക്സ് നമ്മുടെ പച്ചക്കറി തൈകളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടും. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ടും സാധിക്കും. ഇതിനി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളത് ഉപയോഗിക്കുന്ന സമയം വൈകുന്നേരം മാത്രമേ നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇനി നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ സ്പൂണിനകത്ത് 1 സ്പൂൺ എടുക്കാം. അങ്ങോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് എടുത്തു കൊടുക്കാം. ഞാൻ ഇത് 1 സ്പൂണ് എടുത്തിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ ഇതിലേക്ക് ലയിച്ച് ചേരുന്നത്, നമുക്ക് ഇളക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അലിഞ്ഞ് ചേരുന്നതാണ്. ഇനി നമുക്ക് സ്പ്രേയർ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ചുവട്ടിലല്ല നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത്, ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം എൻ്റെ പയർ ചെടിയാണിത്, പയറിലാണ് ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. എല്ലാവിധ പച്ചക്കറി തൈകൾക്കും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ സമ്പൂർണ്ണ വാങ്ങിക്കാൻ കിട്ടുവാണെങ്കിൽ നമ്മളിത് ഒരു കവറൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് നമ്മുടെ പച്ചക്കറി ചെടികളിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള വിളവൊക്കെ കിട്ടുകയും ചെയ്യും. അടുത്തതിൻ്റെ ഒരു പാവലിൻ്റെ ചുവടാണ്. പാവലിൽ നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് സ്പ്രേയറെല്ലാം എൻ്റെ മകൻ നശിപ്പിച്ച് വെച്ചിരിക്കുന്ന കാരണമാണ് ഇതിപ്പം നല്ല രീതിയിൽ വർക്കാകാത്തത്. നമ്മുടെ ഒരു പീച്ചിലിൻ്റെ ചുവടാണ്. പീച്ചിലിൻ്റെ ഇലകളിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മളിത് ചുവട്ടിലൊഴിച്ച് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്, സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കുണ്ടാകുന്ന കായ്കൾക്കൊക്കെ വലിപ്പം കുറയുകയാണെങ്കിൽ വലിപ്പക്കുറവൊക്കെ ഉണ്ടാകാനായിട്ട് കാരണമെല്ലാം ഈ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് മൂലം സംഭവിക്കുന്നതാണ്. അപ്പം നമ്മൾ തൈകളൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് മാറ്റം കിട്ടുകയും നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുകയും നിറയെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.